കട്ടപ്പന നഗരസഭാ ബജറ്റിന് ഭരണസമിതി അംഗീകാരം നൽകി. അഭിപ്രായ പ്രകടനത്തിന് ശേഷം ബജറ്റ് സമ്മേളന ചർച്ച LDF കൗൺസിലർമാർ ബഹിഷ്കരിച്ചു. 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് എസ്റ്റിമേറ്റിൽ 5,26,52,700 രൂപയുടെ മുന്നിരിപ്പും 96,6,49,803 രൂപയുടെ വരവും ഉൾപ്പെടെ 101,33,02,503 രൂപ ആകെ വരവും 93,43,29,703 രൂപ ചെലവും 7,89,72,800 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് കഴിഞ്ഞ ദിവസം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി അവതരിപ്പിച്ചിരുന്നു. തുടർന്ന് ബജറ്റ് ചർച്ചയ്ക്ക് ശേഷം ബജറ്റ് അംഗീകരിച്ചു. ഇന്നലെ കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു. ഇന്നലെ ബഡ്ജറ്റ് ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ചർച്ചയായിരുന്നു. ചർച്ചയുടെ ഭാഗമായിട്ട് നല്ല രീതിയിൽ തന്നെ അത് പൂർത്തീകരിച്ചു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി സ്ഥലം വാങ്ങുന്നതിന് 75 ലക്ഷം രൂപയായിരുന്നു വകയിരുത്തിയിരുന്നത്. അതിൽ കുറച്ചുകൂടി തുക വർദ്ധിപ്പിക്കാൻ ഭേദഗതി നിർദ്ദേശത്തിലൂടെ തീരുമാനമായി. ആശാ വർക്കർമാർക്ക് പ്രതിമാസം നഗരസഭ 1000 രൂപ വീതം നൽകുന്നതിന് തീരുമാനിച്ചിരുന്നു. അത് നിർദ്ദേശപ്രകാരം 2000 രൂപയാക്കി. കായിക രംഗത്തിന് കൂടുതൽ പരിഗണന നൽകും. ലൈബ്രറികൾ വഴി PSC പഠനത്തിനുള്ള സഹായങ്ങൾ നൽകും. യോഗത്തിൽ വിവിധ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഭേദഗതികൾ വരുത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതി വന്നത് താലൂക്ക് ആശുപത്രിക്ക് സ്ഥലമെടുക്കുന്നതിന് 75 ലക്ഷം രൂപയാണ് വക ഒളിച്ചിരുന്നത്. എന്നാൽ അത് കുറച്ച് പര്യാപ്ത കുറവുണ്ട്, അത്രയും പൈസ പോരാ എന്നൊരു അഭിപ്രായം രൂപപ്പെട്ടു വരികയുണ്ടായി. നമ്മുടെ പദ്ധതികൾ അറിയാലോ, ഗവൺമെന്റ് പൈസയൊക്കെ വെട്ടിക്കുറച്ച് വളരെ കുറച്ച് പൈസകൾ മാത്രമാണ് വാർഡിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ മുനിസിപ്പാലിറ്റിയുടെ വരുമാനത്തിന്റെ സോഴ്സ് ഒന്നുകൂടി പരിശോധിച്ച ശേഷം കുറച്ചുകൂടി പൈസ വെക്കാൻ കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിന് കുറച്ചുകൂടി പൈസ വക കൊള്ളിക്കുക ഭേദഗതി നിർദ്ദേശത്തോടെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭേദഗതി എന്ന് പറയുന്നത് ആശാ വർക്കർമാർക്ക് ഇന്നലെ 1000 രൂപ വെച്ച് ഓണറേറിയം മാസം കൊടുക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച കൗൺസിലേഴ്സിൽ ബഹുഭൂരിപക്ഷം കൗൺസിലേഴ്സും അതൊരു 2000 രൂപയെങ്കിലും ആക്കി കൊടുക്കണം എന്ന ഒരു നിർദ്ദേശം സമർപ്പിക്കുകയുണ്ടായി. ആശാ വർക്കർമാർക്ക് പ്രതിമാസം 2000 രൂപ വെച്ച് ഓണറേറിയം കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള പൈസ ബഡ്ജറ്റിൽ വകയിരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ബജറ്റ് ചർച്ച LDF ബഹിഷ്കരിച്ചു. ബജറ്റിൽ മലയാള ഭാഷയെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നും ഒഴിവാക്കിയതടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്നു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് നഗരസഭയായി ഉയർന്നതിന് ശേഷം 10ാമത്തെ ബജറ്റായിരുന്നു ഇത്. പ്രധാനമായും ബഹുഭാഷാ പദ്ധതികളെ ഒഴിവാക്കി 1 വർഷ കാലാവധിയിൽ തീരുന്ന പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പ്രതിപക്ഷ കൗൺസിലർമാരുടെ ആക്ഷേപങ്ങൾ ഒഴിച്ച് മറ്റ് കൗൺസിലർമാർ ബജറ്റിന് അംഗീകാരം നൽകി.